നമസ്കാരം. ആരോഗ്യവകുപ്പിനെ വെട്ടിലാക്കി വിവാദ പ്രസ്ഥാനവുമായി മന്ത്രി സജി ചെറിയാൻ. മന്ത്രിമാർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുന്നതിൽ പുതുമയില്ല എന്ന് മന്ത്രി വ്യക്തമാക്കി. കൂടാതെ അദ്ദേഹം തൻ്റെ ജീവിതത്തിലെ ഒരു ഉദാഹരണം കൂടി ചൂണ്ടിക്കാട്ടി. 2019 തനിക്ക് ഡെങ്കിപ്പനി ബാധിച്ചപ്പോൾ ആദ്യം ചികിത്സിച്ചത് സർക്കാർ ആശുപത്രിയിലാണ് എന്നും അസുഖം ഭേദമാകാത്ത വളരെ ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ തന്നെ കൊച്ചിയിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രി പ്രവേശിപ്പിച്ചുവെന്നും അങ്ങനെയാണ് തൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത് എന്നുമാണ് മന്ത്രി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സംസ്ഥാനത്തെ മന്ത്രിമാരെല്ലാം സർക്കാർ ആശുപത്രികളെ ഉപേക്ഷിച്ച് സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ നടത്തുന്നതിനെക്കുറിച്ചുള്ള വാർത്തകൾ വ്യാപകമായി പുറത്തു വന്നിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് മന്ത്രി ഇപ്പോൾ ഈ ഒരു വിവാദ പ്രസ്ഥാനവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. തൻ്റെ ജീവൻ രക്ഷിച്ചത് സ്വകാര്യ ആശുപത്രിയാണ് എന്നും മന്ത്രി പറഞ്ഞു വച്ചിട്ടുണ്ട്. നേരത്തെ ഭരണഘടനയെ ബന്ധപ്പെട്ട് വിവാദ പ്രസ്താവന നടത്തിയതിൻ്റെ പേരിൽ ഗുരുതരമായ ഭവിഷ്യത്ത് നേരിട്ട മന്ത്രിയാണ് സജി ചെറിയാൻ. അദ്ദേഹം ഇപ്പോൾ വീണ്ടും ഈ ഒരു പ്രസ്ഥാനമായി രംഗത്തെത്തിയിരിക്കുന്നത് ശരിക്കും സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പിനെ തന്നെ വെട്ടിലാക്കുന്ന തരത്തിലാണ് എന്നുള്ള വിമർശനം ഉയർന്നു കഴിഞ്ഞു. ഒരുപക്ഷെ CPM-ലും ഇടതുപക്ഷ മുന്നണിയിലുമൊക്കെ തന്നെ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. ഫലത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിനെയും ആരോഗ്യവകുപ്പിനെയും സർക്കാരിനെയും തന്നെ തള്ളിപ്പറയുന്ന ഒരു രീതിയിലാണ് അദ്ദേഹം ഈ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് എന്നാണ് പൊതുവെ കരുതപ്പെട്ടിരിക്കുന്നത്. കേരളം ചികിത്സയുടെ കാര്യത്തിലും ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും എല്ലാം നമ്പർ 1 ആണ് എന്ന് നിരന്തരമായി മന്ത്രിമാരും മുഖ്യമന്ത്രിയും പറയുമ്പോഴും മുഖ്യമന്ത്രി ചികിത്സയ്ക്കായി എന്തിനാണ് വിദേശ രാജ്യത്തേക്ക് പോയതെന്ന ചോദ്യം അവിടെ അവശേഷിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ സംസ്ഥാനത്തെ ഒട്ടുമിക്ക മന്ത്രിമാരും യുവമന്ത്രിമാരടക്കമുള്ളവർ പോലും തിരുവനന്തപുരത്തും എറണാകുളത്തുമുള്ള സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സ തേടുന്നത് എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന പശ്ചാത്തലത്തിലാണ് മന്ത്രി ഇപ്പോൾ സ്വകാര്യ ആശുപത്രികളെ ന്യായീകരിച്ചുകൊണ്ടും സർക്കാർ ആശുപത്രികളെ തള്ളിപ്പറഞ്ഞുകൊണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് ഒരുപക്ഷെ LDF-ൻ്റെയോ CPM-ൻ്റെയോ ഒക്കെ തന്നെ ഔദ്യോഗികമായ പ്രതികരണം പിന്നീട് ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടി വരും. ഏതായാലും മന്ത്രി സജി ചെറിയാൻ ഈ ഒരു പ്രസ്താവനയിലൂടെ പുതിയൊരു പുലിവാലുകൂടി പിടിച്ചിരിക്കുകയാണ് എന്നുള്ളത് ഉറപ്പാണ്.